അവൻ ഇമ്പമായി സംസാരിക്കുമ്പോൾ അവനെ വിശ്വസിക്കരുത്. അവൻ്റെ ഹൃദയത്തിൽ 7 വെറുപ്പുണ്ട്. അവൻ്റെ പക കപടം കൊണ്ട് മറച്ചുവെച്ചാലും അവൻ്റെ ദുഷ്ടത സഭയുടെ മുമ്പിൽ വെളിപ്പെട്ടുവരും. സദൃശവാക്യങ്ങൾ 26-25-26. ക്രിസ്ത്യാനികൾ കള്ളക്കഥ പ്രചരിപ്പിക്കുന്നുവെന്ന് നാഴികയ്ക്ക് 40 വട്ടം ആക്രോശിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ഗോപാലകൃഷ്ണന് ഞങ്ങൾ ക്രിസ്ത്യാനികളെ കുറ്റം പറയുവാൻ എന്തെങ്കിലും യോഗ്യതയുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. താൻ പ്രതിനിധാനം ചെയ്യുന്ന തത്വശാസ്ത്രത്തിന് നുണ പറഞ്ഞുവെങ്കിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്നതാണ്. അപ്പോൾ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ്റെ വാക്കുകൾ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ആരാധകരോട് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്, ഇദ്ദേഹം പറയുന്നത് എങ്ങനെ നിങ്ങൾ വിശ്വസിക്കും? നുണ പറഞ്ഞാലേ തനിക്ക് നിലനിൽപ്പുള്ളൂ എന്ന് ശ്രീ ഗോപാലകൃഷ്ണൻ പറയുന്നതിൽ വിശ്വസിക്കുന്നതിൽ അദ്ദേഹത്തെ കുറ്റം പറയുവാൻ കഴിയുകയില്ല. കാരണം തൻ്റെ പൂർവികന്മാർ കാണിച്ചു കൊടുത്തതും അദ്ദേഹത്തിൻ്റെ പാരമ്പര്യവും അതാണ്. ഈ പറഞ്ഞ വരി ബൈബിളിൽ നിന്നും കാണിച്ചു തരുവാൻ ഞങ്ങൾ ക്രിസ്ത്യാനികൾ ശ്രീ ഗോപാലകൃഷ്ണനെ വെല്ലുവിളിക്കുന്നു. അറിയാത്ത വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്നത് ശ്രീ ഗോപാലകൃഷ്ണൻ്റെ സഹജ സ്വഭാവമായതുകൊണ്ടും താങ്കളെ താങ്കളാക്കുന്നത് ആ വ്യക്തിവിശേഷമായതുകൊണ്ടും ഞങ്ങൾ താങ്കളെ അതിൽ കുറ്റപ്പെടുത്തുന്നില്ല. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞാൽ ഞങ്ങൾ ക്രിസ്ത്യാനികൾ അതിന് മറുപടി പറയും. മത്തായിയുടെ സുവിശേഷം താങ്കൾ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിരുന്നുവെങ്കിൽ ഇതുപോലെയുള്ള മണ്ടത്തരവും അസംബന്ധവും കള്ളത്തരവും താങ്കൾ പറയുകയില്ലായിരുന്നു. ഈ യേശുക്രിസ്തുവിൻ്റെ ജീവിതവും ഉപദേശവും മനസ്സിലാക്കി അതിൽ ആകൃഷ്ടനായതുകൊണ്ടുമാണ് ഞാൻ ക്രിസ്ത്യാനിയായതും യേശുക്രിസ്തുവിനെ പിൻപറ്റുന്നതും. ശ്രീ ഗോപാലകൃഷ്ണൻ ബൈബിളിൽ ഇല്ലാത്തത് പറയുന്നു എന്ന് മാത്രമല്ല, ബൈബിളിൽ ഉള്ളത് ഇല്ലെന്ന് പറയുന്ന ആളുമാണ്. ഇവിടെ ശ്രീ ഗോപാലകൃഷ്ണനോട് ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ചോദിക്കുവാനുള്ളത്, ഞങ്ങൾ ദൈവവചനമായി അംഗീകരിക്കുന്ന ബൈബിൾ താങ്കൾ കണ്ടിട്ടുണ്ടോ? പാപമോചനവും സമാധാനവും നിത്യജീവനും ഉറപ്പു നൽകുന്ന എന്ത് സന്ദേശമാണ് ഡോക്ടർ ഗോപാലകൃഷ്ണൻ്റെ കയ്യിലുള്ളത്? വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും നുണകളുടെയും വാക്കുകളല്ലാതെ. ഡോക്ടർ ഗോപാലകൃഷ്ണൻ്റെ വാക്കുകൾ തൊണ്ട തൊടാതെ വിഴുങ്ങണോ എന്ന് ഈ നാട്ടിലുള്ള സുഹൃത്തുക്കൾ ചിന്തിക്കുകയും സത്യം കണ്ടെത്തുവാൻ ശ്രമിക്കുകയും വേണം. ഇല്ല എങ്കിൽ ഇനിയും ഇവരെ പോലെയുള്ളവരുടെ ചതിക്കുഴിയിൽ നിങ്ങൾ വീഴും.